ഹലോ ഗൈസ്, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചുരിദാർ ഓർഡർ ചെയ്തു. 3 ചുരിദാർ എടുക്കുമ്പോൾ 780 രൂപ കൊടുത്ത് ടോപ്പും ബോട്ടും കിട്ടുമെന്ന് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് കണ്ട് ഞാൻ ആ ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് അവരെനിക്ക് ഒത്തിരി റിവ്യൂസൊക്കെ ഞാൻ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പം എനിക്കത് പോസ്റ്റൽ വഴി സാധാരണ നമുക്ക് വരാറുണ്ടല്ലോ, അങ്ങനെ വന്ന് ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ കൂടെയൊക്കെ ഞാൻ ഓർഡർ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊന്നും ഒരു അബദ്ധമോ കാര്യങ്ങളോ ഒന്നും എനിക്കിതുവരെ ഒരു 5 ഇയേഴ്സ് തൊട്ട് പറ്റാറേ ഇല്ല. കഴിവതും ഞങ്ങൾ ഓൺലൈനിൽ കൂടെ സാധനങ്ങൾ വരുത്തുന്ന ആൾക്കാരായിരുന്നു. പുറത്ത് പോകാൻ ബുദ്ധിമുട്ടായതിനാൽ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഓൺലൈനിൽ തന്നെ വരുത്തുമായിരുന്നു കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ്. അങ്ങനെ ഇതും ഞങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ വന്നപ്പോൾ കാര്യമായിട്ടല്ല, പൊട്ടിച്ച് കാണാനുള്ള ക്യൂരിയോസിറ്റി കാരണം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ പേപ്പർ വരെ ഇതുപോലും അഡ്രസ്സ് പോലും ചേഞ്ച് ആയിട്ടില്ല, സെയിം ലൈക്ക്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു കവർ പേപ്പർ ഉണ്ട്. ഈ ഒരു കവർ പേപ്പർ ഓപ്പൺ ചെയ്താണ് വന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന കണ്ട്. വന്നത് എന്താ ഐറ്റം പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ. ജസ്റ്റ് എ മിനിറ്റ്. വേണ്ട, ആരാണ്ട് യൂസ്ഡ് ചെയ്ത ഒരു ചുരിദാറിൻ്റെ ഒരു ടോപ്പ്, പിന്നെ ഇത് ഒരു ടീഷർട്ട്. അത് നമുക്ക് ഭയങ്കര സ്മെല്ലായിരുന്നു, ഒരു ബാഡ് സ്മെല്ലായിരുന്നു. ഇത് യൂസ്ഡ് ആയിട്ടുള്ള എനിക്ക് 3 പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തുകൊണ്ട് 3 പ്രോഡക്റ്റ് എനിക്ക് തന്നു. പിന്നെ ഒരു ജീൻസ്, ആര് യൂസ് ചെയ്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുണ്ട്, സിബ് വൈസ് പോലും ഇല്ലാത്ത യൂസ്ഡ് ആയിട്ടുള്ള ഈ 3 പ്രോഡക്റ്റാണ് എനിക്ക് വന്നത്. ദയവ് ചെയ്ത് ആരിത് ചെയ്താലും ശരിയായില്ല. പിന്നെ കൂടാതെ വളരെ കെയർഫുള്ളായിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ സുഹൃത്തുക്കൾ ഓർഡർ ചെയ്യുക. ഇങ്ങനൊരു അബദ്ധം ഞങ്ങളുടെ കുടുംബത്ത് പറ്റി. ഇതുവരെ അങ്ങനൊരു സംഭവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് നമുക്കും ഒരു പാഠമായി. അത് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ആപ്പാണത്. ഇതുവരെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കൂടെയാണ് ഓർഡർ ചെയ്തത്. അതെനിക്ക് ഫാർ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഏറ്റവും വലിയൊരു ഫ്ലോപ്പായിട്ട് തോന്നി. പിന്നെ ഇത് ചെയ്ത ആരാണേലും അവരുടെ കയ്യിൽ എൻ്റെ വീഡിയോ എത്തുവാണെങ്കിൽ, ഒരിക്കലും ചെയ്തത് ശരിയായില്ല, അത് എന്നെ ഒന്നും ബഫൂണാക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതായിരുന്നല്ലോ. ഞാൻ വീഡിയോ എടുത്തിട്ടത് അതുകൊണ്ടാണ്. മരം വീണ് ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് 4-5 ദിവസമായി ഞങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നു. 2-3 ദിവസം കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത ബുദ്ധിമുട്ട് ഈ ഏരിയയിലുള്ളവരെല്ലാവരും അനുഭവിച്ചതാണ്. ആ ടൈമിലാണ് ഈ ട്രാവൽ ചെയ്ത് ഇവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത്. വന്നിട്ടുണ്ട് കൊറിയർ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കൊറിയർ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കൊണ്ടുവരുന്ന ഒരു ചേച്ചിയാണ് കൊണ്ടുവരാറ്. ആ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു, ഇത് ബൈ ഹാൻഡ് വെക്ക്, ഞാൻ പേയ്മെൻറ്റും ചെയ്തു ഓൺലൈനിൽ, അങ്ങനെ ബൈ ഹാൻഡ് വെക്ക് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അത് തേർഡ് പാർട്ടിയുടെയാണ് എന്ന് അന്നേരം തന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഇല്ല ചുരിദാറാണ്, കുഴപ്പമില്ല, അതിൻ്റെ ഫ്രണ്ടിൽ നീ വായിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഫ്രണ്ടിൽ തന്നെ അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ടോപ്പ് ആൻഡ് ബോട്ടം എന്ന്. അങ്ങനെ അവരത് കൈപ്പറ്റി, അതവർ കീപ്പ് ചെയ്തു. പിറ്റേ ദിവസം, അതായത് ഇന്നലെ വൈകിട്ടാണ് എനിക്ക് ഒരു 4-4:30 ആയപ്പോഴാണ് എനിക്കത് കിട്ടിയത്. ദയവ് ചെയ്ത് ഇങ്ങനെ ആരെങ്കിലും മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ പോലും ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യന് ചെയ്യരുത്. കാരണം വളരെ ആഗ്രഹത്തോടായിരിക്കും ഒരു കാര്യം കാണുമ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കാണുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളും ഇതൊന്ന് വളരെ ശ്രദ്ധാപൂർവം കരുതേണ്ടതാണ്. കാരണം ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ ഇപ്പോൾ പറ്റുന്നുണ്ടെന്ന് തന്നെ അവർ പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറ്റിയതുപോലെ മറ്റൊരാൾക്ക് പറ്റരുത്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.